ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയം ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് യാക്കോബ് പറയുന്ന ഒരു വാക്യമാണ്, ഒരു പ്രോമിസാണ് ഇത് ദൈവത്തിന് കൊടുക്കുന്ന. എന്ന് പറഞ്ഞാൽ യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനായ യാശാവിനെ ഭയന്ന് വീട് വിട്ട് ഓടി തൻ്റെ അമ്മാവനിരിക്കുന്ന ബദാനാരാമിലേക്ക് പോകുവാൻ വരുമ്പോൾ, ലൂസ് എന്ന ആ ഒരു സ്ഥലത്ത് വരുമ്പോൾ നേരം അങ്ങ് ഇരുട്ടിപ്പോയി. ആയതുകൊണ്ട് തുടർന്ന് വഴിയാത്ര നടക്കുവാൻ നിവൃത്തിയില്ലാത്ത ഈ യാക്കോബ് അവിടെ കിടന്ന ഒരു കല്ലിനെ എടുത്ത് തലയണയായി വെച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങി. അപ്പോഴിതാ കാണുന്നു, സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെയും വെച്ചിരിക്കപ്പെട്ടുന്ന ഒരു ഗോവേണി അവൻ കാണുകയാണ്. അതിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോഴവൻ നേരം എടുത്ത് എഴിച്ചപ്പോൾ അവൻ പറയുകയാണ്, യഹോവ സത്യമായിട്ടും ഈ സ്ഥലത്തിലുണ്ട്, ഞാനും അത് അറിഞ്ഞില്ല എന്ന്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ദൈവം ഉള്ള ആ ഒരു സ്ഥലത്തിൽ ഇരുന്നപ്പോൾ താൻ തലയണയ്ക്ക് വെച്ചിരുന്ന കല്ലിനെ എടുത്ത് നിർത്തി അതിൽ എണ്ണ വാർത്ത് അവനൊരു പ്രോമിസ് ചെയ്യുകയാണ്. കർത്താവേ, ഞാൻ പോകുന്ന സ്ഥലത്ത് നീ എനിക്ക് ഉണ്ണാനും ഒടുക്കാനും തന്ന് തിരിച്ച് നീ എന്നെ ഈ ദേശത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ തൂണായിട്ട് നിർത്തിയ ഈ കല്ലിരിക്കുന്ന ഈ സ്ഥലത്ത് നിനക്കെന്ന് പറഞ്ഞ് ഞാനൊരു ആലയം പണിയും എന്ന്. പ്രിയ ദൈവമക്കളെ, ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. പലപ്പോഴും നാം വഴി കിടക്കുന്ന ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ നാം ദൈവത്തിൻ്റെ ആ ഒരു ക്രൂശിൻ്റെ ചുവട്ടിൽ നാം എന്ത് ചെയ്യാറുണ്ട്? നാം വിശ്രമിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ, കർത്താവേ, നീ തന്നെ കരുതണമേ എന്ന് വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു ചിന്തയോടുകൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിച്ച് കിടക്കുന്ന ഒരു പൈതലിനെ തേടി ദൈവാത്മാവ് തന്നെ ഈ യാക്കോബിനെ ഇറങ്ങി ദൂതന്മാർ വന്നതുപോലെ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവിടെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ ആയതുകൊണ്ട് കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യേണ്ടത്? നാം ക്ഷീണിച്ചു പോകുകയോ മടുത്തു പോകുകയോ നാം ചെയ്യാതെ ദൈവരാജ്യത്തിന് ഉകന്നവരായിട്ട് നാം മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഈ യാക്കോബ് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ കഷ്ടകാലത്ത് നമ്മളെ സഹായിച്ച് നമുക്കൊരു സാമ്പത്തികം തരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം തരുമ്പോൾ അതിൽ ദശാംശം ദൈവത്തിന് കൊടുക്കുവാൻ നാം എന്ത് ചെയ്യരുത്? മറന്ന് കളയരുത്. പ്രിയ ദൈവമക്കളെ, കർത്താവിന് കൊടുത്ത ആരും തോറ്റതില്ല. കൊടുക്കുന്നതിലും 10 ഇരട്ടി കർത്താവ് തിരിച്ചു നൽകുന്നവനാണ്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി ജീവിപ്പാനും ദൈവത്തിന് വേണ്ടി ആ ഒരു പൊരുത്തനങ്ങൾ ചെയ്തിട്ട് അത് നിറവേറ്റുവാനും ദൈവസന്നിധിയിൽ കാത്തിരിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.